കാർഷിക സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും പൊന്നിൻ ചിങ്ങമാസ പുലരിയിൽ ആണ് നാം ഇന്ന്. ഇത്തവണ അത്തം പിറന്നതിന് ശേഷമാണ് ചിങ്ങപ്പിറവി എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞ ഓണാഘോഷത്തിന്റെ ആരംഭങ്ങളിലേക്കാണ് മലയാളി കാലെടുത്തു വെക്കുന്നത്. ഞാറ്റുവേലകളുടെയും വിളവെടുപ്പിന്റെയും പെരുമയുമായി എത്തുന്ന ഈ ദിനം മലയാളികൾക്ക് കർഷക ദിനം കൂടിയാണ്. കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും പുതുവർഷാരംഭം. ഇത്തവണ ചിങ്ങത്തിന് മുൻപേ അത്തം പിറന്നു. അതുകൊണ്ട് തന്നെ ഇരട്ടി ആവേശത്തിലേക്കാണ് കേരളം ചിങ്ങപ്പിറവിയെ വരവേൽക്കുന്നത്. ചിങ്ങം കൊയ്ത്തുകാലമാണ്. എന്നാൽ പലയിടങ്ങളിലും പാടങ്ങളിൽ നെൽക്കതിരുകൾ നാമ്പിട്ടതേ ഉള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം എല്ലാം മാറ്റിമറിക്കുകയാണ്. കാലം തെറ്റി കലിതുള്ളിയെത്തിയ മഴ ഇടയ്ക്കൊന്ന് ഭയപ്പെടുത്തി. അതുകൊണ്ട് കൃഷി അല്പമൊന്ന് താമസിച്ചതിന്റെ പരിഭവമുണ്ട് കർഷകർക്ക്. എങ്കിലും ചിങ്ങം എന്നും മലയാളികൾക്ക് പ്രതീക്ഷകളുടെ തുടക്കമാണ്. കാർഷിക ഉത്സവമായ ഓണത്തെ വരവേൽക്കാനും മലയാളി ഒരുങ്ങിക്കഴിഞ്ഞു. ചിങ്ങത്തിനു മുൻപേ അത്തം എത്തിയതോടെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങളും വിരിഞ്ഞു തുടങ്ങി. ഇക്കൊല്ലം അത്തം കഴിഞ്ഞ് 11ാം നാളാണ് തിരുവോണം. ഗ്രഹാതുരതയുടെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓണവും. തിരുവാതിരപ്പാട്ടിന്റെ താളവും കുമ്മാട്ടിയും പുലിക്കളിയും ആവേശക്കാറ്റീറുന്ന വള്ളം കളിയുമായി നാടാകെ ഇനി ഉത്സവലഹരിയിൽ. പ്രകൃതി ദുരന്തങ്ങൾ ഏൽപ്പിച്ച വലിയ ആഘാതങ്ങളിൽ നിന്ന് കരകയറുന്ന ഓരോ മലയാളിക്കും ഈ പുതുവർഷം നഷ്ടമായതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസം കൂടിയാണ്. എല്ലാ മലയാളികൾക്കും പ്രേക്ഷകർക്കും ന്യൂസ് മലയാളത്തിന്റെ പുതുവർഷാശംസകൾ. ന്യൂസ് മലയാളം, പാലക്കാട്.